ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതൊരു കഷ്ടമാണെന്ന് പറയല്ലേ ഈശ്വര. എല്ലാം ഓക്കെ അല്ലേ? സുജാ ചേച്ചി വരില്ലേ? ആ വരും. ഇവിടെ പുറത്തു വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതല്ല പ്രശ്നം. ആ പുതുപ്പെണ്ണ് പുറത്ത് മാലയിട്ടിരിപ്പുണ്ട്. അടിപൊളി. നവവധു ഇവിടെ തന്നെ ഇരിക്കുകയാണോ? ഇന്ന് ആദ്യരാത്രിയായിട്ട് പട്ടിണി കിടക്കണ്ട കേട്ടോ. അടുക്കളയിലോട്ട് ചെന്നോ, ഭക്ഷണം കഴിക്കാം. എനിക്കെങ്ങും വേണ്ട, വയറ് നിറഞ്ഞിരിക്കുവാണല്ലോ. നിറഞ്ഞിക്ക് കണക്കായിപ്പോയി. നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടല്ലേ. നിന്നെ കാണുമ്പോ എനിക്ക് ചവിട്ട് തരാൻ തോന്നുവാ. ചവിട്ടിക്കോ, ഇനി അതിന്റെ മാത്രം കുറവ് വേണ്ട. ഓയോ എന്റെ ഈശ്വര, എന്നാലും എന്റെ ഒരു വിധിയെ. ഇനിയും കിടക്കുന്നല്ലോ സമയം. ഇതെന്താ സുജാതേച്ചി വിളിക്കാത്തെ? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഞാനേ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. സുജാതേ, സുജാത എവിടെത്തി? ഞാനിവിടെ പുറത്തുണ്ട് സർ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടോ? ആ ഗോമതി ചേച്ചി പുറത്തിരിപ്പുണ്ട്. അത് സാരമില്ല, ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ശരി സർ. ഗോമതി ചേച്ചി പുറത്തിരിക്കല്ലേ? ആ കുരിശ് എഴുന്നേറ്റ് പോകുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, പൂജ ചെന്ന് എന്തെങ്കിലും പറഞ്ഞെന്ന് അവർ ഒഴിവാക്കാം. അയ്യോ, സെന്റിമെന്റ്സിന്റെ ടോപ്പിലെ കക്ഷി. കുറച്ച് പണിയെടുക്കേണ്ടി വരും. സാരല്ല, വേഗം ചെല്ല്. ചെല്ല്, പോട്ടോ. വേഗം ചെല്ല്. അല്ല, ഈ പരശുരാമൻ ശരിക്കും അവരെ കല്യാണം കഴിച്ചാണോ? പിന്നെ കല്യാണം കഴിക്കാൻ ആദ്യം പൂമാലായിട്ട് വരും. പ്രേമായിരുന്നു? ഏയ്, പ്രേമിക്കാതെ കല്യാണം കഴിക്കില്ലല്ലോ. എന്നാലും ഭയങ്കരം തന്നെ. എന്നാലും നമ്മളെ നിറയ്ക്കാതെ മാമൻ ഇതെങ്ങനെ വെച്ച് ഉറപ്പിച്ചു? എന്നോട് മിണ്ടണ്ട, ഞാൻ എങ്ങോട്ടുമില്ല. ഒരു 16 മണിക്കൂർ തികയുന്നവരെ ഞാനിവിടെ ഇരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അയ്യോ ചേച്ചി, സാഹസമൊന്നും കാണിക്കരുത്. 16 മണിക്കൂറല്ല, 16,000 വർഷം ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാം. സമാധാനപ്പെട്. ചേച്ചി ആദ്യം വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ? ഏതായാലും ഒരു രാത്രി ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞ് മരിച്ചൊന്നും പോത്തില്ലല്ലോ. എല്ലാ രാത്രിയും പോലല്ലല്ലോ ഈ രാത്രി. ഈ രാത്രിക്ക് എന്താ പ്രത്യേകത?
ഇന്ന് നിങ്ങളുടെ ആദ്യരാത്രിയല്ലേ? ഒറ്റ ചവിട്ടിയാൻ അങ്ങോട്ട് വെച്ച് തരും. ആദ്യരാത്രി കുന്തം. അപ്പൊ ആദ്യരാത്രിക്ക് നേരത്തെ കഴിഞ്ഞോ? അയ്യോ ഈശ്വരാ, എനിക്ക് വയ്യ എനിക്ക്. ഏതായാലും ചേച്ചി വന്ന് ഭക്ഷണം കഴിച്ച് അകത്ത് കയറി സ്വസ്ഥമായിട്ട് കിടന്ന് രാത്രി ഉറങ്ങ്. നാളെ നമുക്ക് മുത്തശ്ശിയോട് പറഞ്ഞ് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഏതായാലും ചേച്ചി ഞങ്ങൾ കൈവിടില്ലെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ല. എന്ത് വില കൊടുത്തും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തരും. എന്റെ അമ്മോ, എനിക്ക് വയ്യ. എന്താ കൊച്ചെന്നെ ഒരുപാടങ്ങ് സ്നേഹിക്കല്ലേ, എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇല്ലാത്ത കുണ്ടാമണ്ടികളൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ കുറ്റം പറയാണോ? ആരൊപ്പിച്ചു? എന്തൊപ്പിച്ചു? കൊച്ചു വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. 16 മണിക്കൂർ കഴിയുമ്പോ ഇവിടെ ചില വിപ്ലവങ്ങളൊക്കെ നടക്കും. നടന്നോട്ടെ, പക്ഷെ അത് കാണാൻ ചേച്ചിയും കൂടി വേണ്ടേ? ഞാനങ്ങ് പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ വെറുതെ പട്ടിണി കിടന്ന് ചാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദേ, ദേ. ചേച്ചി വാ, എന്തേലും കഴിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ വന്നിരിക്കാം. അത് ഞാൻ എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ശരി, ആയിക്കോട്ടെ. ആദ്യം പോയി ഇച്ചിരി ഒരു ആഹാരം കഴിക്കേ. കൊച്ചി ഇത്ര നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പോയി ആഹാരം കഴിക്കാം. സന്തോഷം. ചേച്ചി വാ വാ. നടക്ക്. സുജാത, ഇതെന്താ ഈ വേഷത്തില്? അയ്യോ, വേഷം മാറാനൊന്നും സമയം കിട്ടില്ല സർ. കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? വാ വാ വാ, പെട്ടെന്ന് വാ. വേഗം പോയി കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വാ, ഇതിലേ പോ. കഴിക്ക് ചേച്ചി. വാ വാ, അതൊക്കെ ആ മുറിയിലുണ്ട്. വേഗമാവട്ടെ, ചെല്ലേ. എന്തായി? ചോറ് വിളമ്പിക്കൊടുത്തു, അവിടെ ഇരുന്ന് കഴിക്കാം. എന്നിട്ട് വരുന്നതിന് മുന്നേ വേഗം ആവട്ടെ. ചെല്ലേ, സൂക്ഷിക്കണേ. ചെല്ലേ. കുഴപ്പമൊന്നുമില്ല. എന്താവോ എന്തോ.